ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ ചാപ്റ്ററായ ദ ടീം റെയിനിന്റെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ 1 മുതൽ 10 വരെയുള്ള ആക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 11 to 21 വരെയുള്ള ആക്ടിവിറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ 1 to 10 ആക്ടിവിറ്റീസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണായിട്ട് ടീച്ചർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് പോകാം. ആക്ടിവിറ്റി 11, ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. ഈ തന്നിരിക്കുന്ന സോങ്ങിൽ കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് ടീം റെയിനിലെ കുട്ടികളെ കാണാം. ഋതു മഴയത്ത് മരം പിടിച്ച് കുലുക്കിയൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ആമി ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇമയാണെങ്കിലോ മഴയത്ത് ചിരിക്കുന്നുണ്ട് കുടയൊക്കെ പിടിച്ച്. അതുപോലെ നിലു എന്ത് ചെയ്യുന്നു? ജമ്പ് ചെയ്യുന്നു, ചാടുന്നു, അല്ലേ? ആർ ടീം ഈസ് റെയിൻ. അവരുടെ ടീമിന്റെ പേരെന്താണ്? റെയിൻ. നമ്മൾ പഠിച്ചതാണ്. വി ആർ ഇൻ ദ റെയിൻ. അവര് മഴയത്ത് കളിക്കുകയാണ്. വി ലവ് പ്ലേയിങ് ഇൻ ദ റെയിൻ. അവർക്ക് മഴയത്ത് കളിക്കാൻ വളരെ ഇഷ്ടമാണ്. വി ലവ് ഡാൻസിങ് ഇൻ ദ റെയിൻ. അവർക്ക് മഴയത്ത് ഡാൻസ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. വി ലവ് എന്ന് തന്നിട്ട് അവിടെ ഡാഷ് ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. അപ്പോ അവിടെ പ്ലേയിങ്ങും ഡാൻസിങ്ങും എഴുതിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാ ചെയ്യുന്നത് അവര്? ബാക്കി സ്മൈലിംഗ് ഉണ്ട്, ജമ്പിങ് ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതിയാലോ? വി love jumping in the rain. Next, we love smiling in the rain. Next activity 12. Have you made a butterfly? Paste it below. നിങ്ങൾ ഒരു ബട്ടർഫ്ലൈയെ, ഒരു പൂമ്പാറ്റയെ ഉണ്ടാക്കി അവിടെ പേസ്റ്റ് ചെയ്യണം, ഒട്ടിച്ചു വെക്കണം. റൈറ്റ് അബൌട്ട് യുവർ ബട്ടർഫ്ലൈ. നിങ്ങളുടെ പൂമ്പാറ്റയെ കുറിച്ച് നിങ്ങൾ എഴുതുക. ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. ഇതൊരു ബട്ടർഫ്ലൈ ആണ്. ഇറ്റ് ഈസ് എ ബിഗ് ബട്ടർഫ്ലൈ. ഇതൊരു വലിയ ബട്ടർഫ്ലൈ ആണ്. ഇറ്റ് ഹാസ് 2 wings. ഇതിന് 2 ചിറകുകളുണ്ട്. ഇറ്റ് ഈസ് യെല്ലോ ആൻഡ് ബ്ലാക്ക് ഇൻ കളർ. ഇത് മഞ്ഞയും കറുപ്പും നിറമാണ് ഇതിനുള്ളത്. ഐ ലൈക്ക് ദ ബട്ടർഫ്ലൈ. എനിക്ക് പൂമ്പാറ്റയെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മാറ്റി എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 13. ലെറ്റ്സ് ഡിസൈൻ. ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ഡിസൈൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ദ റെയിൻ ഫ്രണ്ട്സ് വാണ്ട് ടു റൈഡ് ടുഗദർ ഓൺ 1 bicycle. ഡിസൈൻ എ ബൈസിക്കിൾ ഫോർ ദം. റെയിൻ ഫ്രണ്ട്സിന് ഒരുമിച്ച് യാത്ര ചെയ്യണം. ഒരു സൈക്കിളിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യണം. അതിനുവേണ്ടി ഒരു ബൈസിക്കിൾ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ ഇറ്റ്സ് പിക്ചർ ബിലോ. അതിന്റെ ചിത്രം താഴെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു ബൈസിക്കിൾ വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 14. ഡ്രോ എ കൈറ്റ് ആൻഡ് കളർ ഇറ്റ്. ഒരു പട്ടം വരച്ച് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ഒരു പട്ടം വരയ്ക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ്. റൈറ്റ് അബൌട്ട് യുവർ കൈറ്റ്. നിങ്ങളുടെ പട്ടത്തിനെ കുറിച്ച് നിങ്ങൾ എഴുതുക. അപ്പൊ നിങ്ങൾ ഏത് പട്ടമാണോ വരയ്ക്കുന്നത്, ഏത് കളറിലുള്ള പട്ടമാണോ വരയ്ക്കുന്നത്, അതിനെ കുറിച്ച് എഴുതുക. ദിസ് ഈസ് എ കൈറ്റ്. ഇതൊരു പട്ടമാണ്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ കൈറ്റ്. ഇതൊരു മനോഹരമായ പട്ടമാണ്. ഇറ്റ് ഈസ് എ യെല്ലോ കൈറ്റ്. ഇത് മഞ്ഞ നിറത്തിലുള്ളൊരു പട്ടമാണ്. ഇറ്റ് ഹാസ് 3 tails. ഇതിന് 3 വാലുകളുണ്ട്. ദ ടെയിൽസ് ആർ റെഡ് ഇൻ കളർ. ടെയിൽസിന് ഏത് കളറാണ്? റെഡ് കളറാണ്. ദിസ് കൈറ്റ് ക്യാൻ ഫ്ലൈ. ഈ പട്ടം പറക്കും. ഐ ലൈക്ക് മൈ കൈറ്റ്. എന്റെ പട്ടത്തിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 15. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. തന്നിരിക്കുന്ന സോങ്ങിൽ കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വി ആർ കൈറ്റ്സ് ഹാപ്പി കൈറ്റ്സ്. ഞങ്ങൾ പട്ടങ്ങൾ, വളരെ സന്തോഷമുള്ള പട്ടങ്ങൾ. ഫ്ലൈയിങ് അപ്പ് ആൻഡ് അപ്പ്. മുകളിലേക്ക് പറക്കുന്നു. വി ക്യാൻ മീറ്റ് എ പാരറ്റ്. നമ്മളൊരു തത്തയെ മീറ്റ് ചെയ്തു. അവിടെ ഒരു തത്തയുടെ പടവും തന്നിട്ടുണ്ട്, അല്ലെ? പാരറ്റിന്റെ. അപ്പ് എബോവ് ദ സ്കൈ. മുകളിൽ, എവിടെ? ആകാശത്ത് ഞങ്ങളൊരു തത്തയെ മീറ്റ് ചെയ്തു. ഒന്നുകൂടി വായിക്കാം. വി ആർ കൈറ്റ്സ് ഹാപ്പി കൈറ്റ്സ് ഫ്ലൈയിങ് അപ്പ് ആൻഡ് അപ്പ്. വി ക്യാൻ മീറ്റ് എ പാരറ്റ് അപ്പ് എബോവ് ദ സ്കൈ. വി ആർ കൈറ്റ്സ് ഹാപ്പി കൈറ്റ്സ് ഫ്ലൈയിങ് അപ്പ് ആൻഡ് അപ്പ്. ഒന്നുകൂടി ആ വരി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അവിടെ ചിത്രത്തിൽ ഒരു എയ്റോപ്ലെയിനെ കാണാം. വി ക്യാൻ മീറ്റ് ആൻ എയ്റോപ്ലെയിൻ അപ്പ് എബോവ് ദ സ്കൈ എന്ന് എഴുതാം. എഴുതി കൊടുക്കുമല്ലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 16. വാട്ട് ഈസ് യുവർ ഹോബി? എന്താണ് നിങ്ങളുടെ ഹോബി? നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിനോദം. ദ ടീം റെയിൻ ഹാസ് മെനി ഹോബീസ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ടീം റെയിനിന് ഒരുപാട് ഹോബീസ് ഉണ്ട്. വാട്ട് ഈസ് യുവർ ഹോബി? എങ്കിൽ നിങ്ങളുടെ ഹോബി എന്താണ്? റൈറ്റ് അബൌട്ട് യുവർ ഹോബി. നിങ്ങളുടെ ഹോബിയെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടീം റെയിനിന് ബൈസൈക്കിൾ ഓടിക്കാൻ ഒരാൾക്ക് ഇഷ്ടമാണ്, ഒരാൾക്ക് ട്രീയിൽ കയറാൻ ഇഷ്ടമാണ്, ഒരാൾക്കോ പൂമ്പാറ്റയുടെ പിറകെ പോകാൻ ഇഷ്ടമാണ്, മഴയത്ത് നനയാൻ ഇഷ്ടമാണ്. ഇതൊക്കെയാണ് അവരുടെ ഹോബികൾ. അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹോബിയെ കുറിച്ച് നിങ്ങൾ താഴെ എഴുതണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബിയെ കുറിച്ച് എഴുതാം. ഞാൻ ഇവിടെ കളറിങ്ങിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. മൈ ഹോബി ഈസ് കളർ. എന്റെ ഹോബി എന്താണ്? കളറിംഗ് ആണ്. ഐ
ലൈക്ക് ടു കളർ വിത്ത് ക്രയോൺസ്. എനിക്ക് ക്രയോൺസ് ഉപയോഗിച്ച് കളർ ചെയ്യാൻ ഇഷ്ടമാണ്. ഐ കളർ ഫ്ലവേഴ്സ്, ആനിമൽസ് ആൻഡ് മെനി പിക്ചേഴ്സ്. ഞാൻ പൂക്കൾക്ക്, മൃഗങ്ങൾക്ക്, അതുപോലെ പലതരത്തിലുള്ള മറ്റു ചിത്രങ്ങൾക്കൊക്കെ കളർ ചെയ്യാറുണ്ട്. കളറിംഗ് മേക്ക് മീ ഹാപ്പി. കളർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു? സന്തോഷം കിട്ടുന്നു. ഐ ഡു കളറിംഗ് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും ചിത്രങ്ങൾക്ക് കളർ ചെയ്യാറുണ്ട്. ഐ എൻജോയ് ചൂസിംഗ് ദ റൈറ്റ് കളേഴ്സ് ആൻഡ് മേക്കിംഗ് ഈച്ച് പിക്ചർ ലുക്ക് ബ്രൈറ്റ് ആൻഡ് നീറ്റ്. ഞാൻ കളറിങ് ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? കിട്ടുന്ന ചിത്രങ്ങൾക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ കൊടുക്കുകയും അതുപോലെ നീറ്റ് ആയിട്ടാണ് കളർ ചെയ്യുകയും ചെയ്യുന്നത്. കളറിംഗ് ഈസ് മൈ ഫേവറേറ്റ് ഹോബി ആൻഡ് ഐ എൻജോയ് ഇറ്റ് എവരി ഡേ. അതുകൊണ്ട് തന്നെ കളറിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബിയാണ്. അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി 17. ഡ്രോ എ റെയിൻബോ ആൻഡ് കളർ ഇറ്റ്. ഒരു റെയിൻബോ, ഒരു മഴവില്ല് വരച്ച് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വൃത്തിയായിട്ടൊരു മഴവില്ല് വരച്ച് നല്ല രീതിയിൽ കളർ ചെയ്യുക. ഞാനൊരു മഴവില്ലിന്റെ ചിത്രം ഇവിടെ കൊടുത്തിരിക്കാം, അത് നോക്കി നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 18. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. സോങ്ങിലേക്ക് കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലൈംബ് അപ്പ് ദ ഹിൽ. ഇത് നമ്മൾ കണ്ടതാണ് അല്ലേ? ടീം റെയിൻ കുന്ന് കയറുകയാണ്, മല കയറുകയാണ്. അപ്പോൾ ടച്ച് ദ റെയിൻബോ. എന്തിനാണ് അവർ പോകുന്നത്? റെയിൻബോ, മഴവില്ല് തൊടാൻ വേണ്ടി. ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ്. അതിൽ ഇരുന്ന് കളിക്കണം അല്ലേ? ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ്. അതിലിരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ് ആൻഡ് വി ക്യാൻ സിംഗ് എ സോങ്. അതിലിരുന്നിട്ട്, മഴവില്ലിൽ ഇരുന്നിട്ട് അവർക്കൊരു പാട്ട് പാടണം. അടുത്ത വരി എന്താ? ക്ലൈംബ് അപ്പ് ദ ഹിൽ, ടച്ച് ദ റെയിൻബോ. അത് വീണ്ടും ഒന്നുകൂടി ആ വരികൾ തന്നിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ അവിടെ എഴുതി കൊടുക്കാം. ലെറ്റ് us ഡാൻസ് ഓൺ ഇറ്റ്, ലെറ്റ് us ഡാൻസ് ഓൺ ഇറ്റ്. മഴവില്ലിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ ഡാൻസ് ചെയ്യണം. ലെറ്റ് us ഡാൻസ് ഓൺ ഇറ്റ് ആൻഡ് വി ക്യാൻ സിംഗ് എ സോങ്. അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടൊരു പാട്ട് പാടണം. ആ ഡാൻസിന് പകരം നമുക്ക് ഇഷ്ടമുള്ള വേർഡുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ എഴുതിയത് ഏതൊക്കെയാണ്? സിറ്റും ഡാൻസും എഴുതി. അപ്പോ ജമ്പ് എഴുതാം, പ്ലേ എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ് അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഡാൻസ് വെച്ചാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചാലോ? ക്ലൈംബ് അപ്പ് ദ ഹിൽ, ടച്ച് ദ റെയിൻബോ, ലെറ്റ് us sit on it, let us sit on it, let us sit on it and we can sing a song. Climb up the hill, touch the rainbow, let us dance on it, let us dance on it, let us dance on it and we can sing a song. നെക്സ്റ്റ് ആക്ടിവിറ്റി 19. കംപ്ലീറ്റ് ദ പസിൽ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എക്രോസും ഡൗൺവേർഡും തന്നിട്ടുണ്ട്. എക്രോസ് എന്നാൽ വിലങ്ങനെ, ഡൗൺവേർഡ് കുത്തനെ. അപ്പൊ നമുക്ക് എക്രോസ് ആദ്യം നോക്കാം. ബോക്സ് നമ്പർ 1 8 ആണ്. 8ൽ എത്ര ലെറ്റർ ഉണ്ട്? 5. EIGHT അവിടെ തന്നിട്ടുണ്ട്. ഇനി ബോക്സ് നമ്പർ 2 നോക്കാം. 5 ആണ്. FIVE. F തന്നിട്ടുണ്ട്. ഐയും വി കഴിഞ്ഞ് ഇയും നമ്മൾ എഴുതി കൊടുക്കണം. ബോക്സ് നമ്പർ 3 4 ആണ്. FOUR. FOയും തന്നിട്ടുണ്ട്. യു നമ്മൾ അവിടെ എഴുതണം. ബോക്സ് നമ്പർ 4 9 ആണ്. 9 NINE. N അവിടെ തന്നിട്ടുണ്ട്. ഐയും എന്നും നമ്മൾ അവിടെ എഴുതണം. ബോക്സ് നമ്പർ 5 10 ആണ്. 10ൽ എത്ര ലെറ്റർ ഉണ്ട്? 3. TEN. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഇ അവിടെ എഴുതി കൊടുക്കണം. ഇനി നമുക്ക് ഡൗൺവേർഡ്സ് നോക്കാം. താഴോട്ടുള്ളത് നോക്കാം. ബോക്സ് നമ്പർ 6 നോക്കിയേ. 3 ആണ് തന്നിരിക്കുന്നത്. ടി അവിടെ തന്നിട്ടുണ്ട്. H എഴുതി കൊടുക്കണം. 6 തന്നിട്ടുണ്ട്. ഇ എഴുതി കൊടുക്കണം. ഇയും കൂടി തന്നിട്ടുണ്ട്. അപ്പൊ 3 ആയി. നെക്സ്റ്റ് 7. ബോക്സ് നമ്പർ 7 6 ആണ് തന്നിരിക്കുന്നത്. എസ് അവിടെ തന്നിട്ടുണ്ട്. ഐ നമ്മൾ എഴുതണം. എക്സ് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 6 ആയി. ബോക്സ് നമ്പർ 8 7 ആണ്. അപ്പൊ നോക്കിയേ 7 SEV തന്നിട്ടുണ്ട്. അപ്പൊ ഇയും കൂടി നമ്മൾ എഴുതി കൊടുക്കണം. N അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ കോളവും പൂർത്തിയായല്ലോ. ഇങ്ങനെ ഏതൊരു പസിൽ തന്നാലും ഹിന്റുകൾ വായിച്ച് നമുക്ക് പൂരിപ്പിക്കാവുന്നതാണ്. ആക്ടിവിറ്റി 20. ഗ്രൂപ്പ് ദ വേർഡ്സ്. കുറച്ച് വേർഡ്സുകൾ അവിടെ തന്നിട്ടുണ്ട്. അതിനെ ഗ്രൂപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഗ്രൂപ്പ് ചെയ്തതിൽ റിങ്ങും ക്രോയും എഴുതിയിട്ടുണ്ട്. റിങ്ങിന്റെ പ്രത്യേകത എന്താ? അവസാനം ING ആണ്. ക്രോയ്ക്കോ അവസാനം OW ആണ്. അപ്പൊ നമുക്ക് ING വരുന്ന വാക്കുകൾ ഫസ്റ്റ് കോളത്തിലും OW അവസാനം വരുന്ന വാക്കുകൾ സെക്കൻഡ് കോളത്തിലും എഴുതാം. ING വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? റിങ് തന്നിട്ടുണ്ട്. അപ്പൊ തിങ്, വിങ്, സിങ്, സിങ് ഇതെല്ലാം ആദ്യത്തെ കോളത്തിൽ എഴുതാം. ഇനി ക്രോയുടെ കൂടെ ഏതൊക്കെ എഴുതാം? റോ, ബോ, യെല്ലോ, ഫ്ലോ ഇതെല്ലാം എഴുതി ചേർക്കാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 21. അറേഞ്ച് ദ സെന്റൻസസ് ആസ് ഇൻ ദ സ്റ്റോറി. കഥയിൽ പറയും പോലെ സെന്റൻസുകൾ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. 5 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം നോക്കാം. നമ്മുടെ ടീം റെയിൻ കുന്ന് കയറുകയാണ്, മലയിലേക്ക് കയറുകയാണ് അല്ലെ? അപ്പൊ ഏത് സെന്റൻസ് ആയിരിക്കും എടുത്തെഴുതേണ്ടത്? കം ലെറ്റ്സ് ക്ലൈംബ് ദ ഹിൽ. അതായിരിക്കും എടുത്തെഴുതേണ്ടത്. എന്തെഴുതാം?
കം ലെറ്റ്സ് ക്ലൈംബ് ദ ഹിൽ അവിടെ എഴുതാം. നെക്സ്റ്റ് നോക്കിയേ, എന്ത് ചെയ്യുകയാണ്, അവർ മഴവില്ല് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് പറയുന്നു, എന്തായിരിക്കും പറഞ്ഞത്, നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് വാസ് നോട്ട് എ ബോ, ഇറ്റ് വാസ് എ സർക്കിൾ ഓഫ് കളേഴ്സ് എന്നാണ് പറഞ്ഞതല്ലേ. ഇതൊരു ബോ അല്ല, ഇതൊരു സർക്കിളാണ്. എന്തിന്റെ, കളറിന്റെ സർക്കിളാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ എഴുതാം, ഇറ്റ് വാസ് നോട്ട് എ ബോ, ഇറ്റ് വാസ് എ സർക്കിൾ ഓഫ് കളേഴ്സ് എഴുതാമല്ലോ. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പിക്ചർ എന്താണ്, അവര് ആ മഴവില്ലിലേക്ക് എത്തിപ്പിടിക്കുകയാണ്. അപ്പൊ നമുക്ക് ഏതെഴുതാം, ഏത് സെന്റൻസ് എടുത്തെഴുതാം, ടീം റെയിൻ ജംപ്ഡ് അപ്പ്, അവർ ചാടി പിടിക്കാൻ നോക്കുകയാണ്. നെക്സ്റ്റ് ഫോർത്ത് പിക്ചർ നോക്കിയേ, ദേ സങ് ഓൺ ദ റിംഗ്, അവരെന്ത് ചെയ്യുകയാണ്, ആ മഴവില്ലിൽ കിടന്ന് ആടുകയാണ് അല്ലേ. അപ്പൊ അത് എന്തെഴുതാം, ദേ സങ് ഓൺ ദ റിംഗ്. ആൻഡ് ദ ലാസ്റ്റ് പിക്ചർ നോക്കിയേ, അവരെന്ത് ചെയ്യുകയാണ്, അവരങ്ങനെ കിടന്ന് തൂങ്ങിക്കിടന്ന് ആടിയപ്പോ ആ മഴവില്ല് പൊട്ടിപ്പോയി. അപ്പൊ സം പീസസ് ഫെൽ ഡൗൺ, മഴവില്ലിന്റെ ചില പീസുകൾ താഴെ വീണു എന്നാണ്. അപ്പൊ അവിടെ എന്തെഴുതാം, സം പീസസ് ഫെൽ ഡൗൺ എന്നെഴുതാം. ദ ടീം റെയിൻ എന്ന ചാപ്റ്ററിന്റെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം വരുന്ന സ്റ്റോറിയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.